കോഴിക്കോട് കൊടിയത്തൂരിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ തുടരുകയാണ്. വലിയ ജനക്കൂട്ടമാണ്. One big issue in this election. The RSS and the BJP are trying to destroy India's constitution and change India's constitution. And the UDF, the Congress Party and the India Alliance is trying to save the constitution of India. Mr. Narendra Modi is the instrument of 5 or 6 of India's biggest, richest business people. He was trying to defend. There is only one big issue in this election. ഷബീർ ഒമർ കൊടിയത്തൂരിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷബീർ, കഴിഞ്ഞ ദിവസം ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും വലിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരുന്നു. ഇന്ന് എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്? കഴിഞ്ഞ ദിവസം നടത്തിയ വിമർശനങ്ങൾ, കേന്ദ്ര സർക്കാരുകൾക്കെതിരെയുള്ള വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി. കൊടിയത്തൂരിൽ അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി റോഡ് ഷോ സമാപിച്ച അദ്ദേഹം മലപ്പുറം കീഴുപറമ്പിലേക്ക് തിരിച്ചെടുത്ത പരിപാടി കീഴുപറമ്പിലും രാഹുൽ ഗാന്ധി റോഡ് ഷോ ഉണ്ട്. എന്തായാലും 11 മണിക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി കൊടിയത്തൂരിലെത്തിയത്. കൊടിയത്തൂരിലെ തെയ്യത്തും കടവ് പാലത്തിന് സമീപത്തു നിന്നാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത്. തെയ്യത്തും കടവ് പാലത്തിന് സമീപത്തു നിന്ന് ആരംഭിച്ച റോഡ് ഷോ കൊടിയത്തൂർ അങ്ങാടിയിൽ ഏതാണ്ട് 1 കിലോമീറ്റർ താഴെ ദൂരം മാത്രമായിരുന്നു റോഡ് ഷോ ആയി സംഘടിപ്പിച്ചത്. കൊടിയത്തൂർ അങ്ങാടിയിൽ സമാപിച്ചു. അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂറോളം രാഹുൽ ഇവിടെ തടിച്ചുകൂടിയ UDF പ്രവർത്തകരെ അഭിസംബോധന ചെയ്തു. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ സമാനമായ വിമർശനങ്ങൾ ആവർത്തിക്കുകയാണ് ഈ പ്രസംഗത്തിലുടനീളം രാഹുൽ ഗാന്ധി ചെയ്തത്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് രാഹുൽ ഗാന്ധി കേന്ദ്ര വിമർശനം അല്ലെങ്കിൽ BJPക്കെതിരെ വിമർശനം ഘടിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്നലെയും ഇന്നുമായി സംസ്ഥാന സർക്കാരിനെയും അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നുണ്ട്. അതിൽ പ്രത്യേകമായി അദ്ദേഹം പറയുന്നത് വയനാടിന്റെ വികസന കാര്യത്തിൽ, പ്രത്യേകിച്ച് വയനാട് മെഡിക്കൽ കോളേജ് വിഷയത്തിലടക്കം, മെഡിക്കൽ കോളേജിന്റെ വികസനത്തിലടക്കം താൻ നേരിട്ടും അല്ലാതെ UDF മുന്നണിയായി മുഖ്യമന്ത്രിയോട് നേരിട്ട് ഈ വികസന പ്രശ്നങ്ങൾ, വയനാട് മെഡിക്കൽ കോളേജിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതെല്ലാം പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുന്നത്, മുഖ്യമന്ത്രി തയ്യാറാകുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും നടത്തിയത്. മറ്റൊന്ന്, മനുഷ്യ സംഘർഷം ഒഴിവാക്കാനുള്ള നടപടികൾ കൂടി സർക്കാർ സ്വീകരിക്കേണ്ടതായിരുന്നു. അതും ഉണ്ടായിട്ടില്ല. എന്തായാലും താൻ ഇനി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ പരിഹാരം ഉണ്ടാകുമെന്ന വാഗ്ദാനം കൂടി രാഹുൽ ഗാന്ധി നൽകുകയുണ്ടായി. എന്തായാലും ഇന്നലെ നമ്മൾ കണ്ടതാണ്, വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ രാഹുൽ ഗാന്ധി റോഡ് ഷോയിൽ പങ്കെടുത്തതാണ്. വലിയ ജനക്കൂട്ടം, വലിയ ആവേശത്തോടെയാണ് ഈ റോഡ് ഷോ ഏറ്റെടുത്തത്. ഇന്നും സമാനമായ ആവേശം കൊടിയത്തൂരിൽ, ഇന്നത്തെ ആദ്യ പര്യടന പരിപാടിയായി കൊടിയത്തൂരിലെ റോഡ് ഷോയിലും ഉണ്ടായി. നാളെയും ഇന്ന് അടുത്ത പരിപാടി എന്ന് പറഞ്ഞ് മലപ്പുറം കീഴുപറമ്പിലാണ്. കീഴുപറമ്പിൽ അല്പസമയത്തിനകം റോഡ് ഷോ ആരംഭിക്കും. അതിനുശേഷം അരീക്കോട് തെരട്ടമ്മലിലാണ് രാഹുൽ ഗാന്ധി റോഡ് ഷോ ഉള്ളത്. അതിനുശേഷം നിലമ്പൂർ, വണ്ടൂർ മണ്ഡലങ്ങളിൽ കൂടി രാഹുൽ ഗാന്ധി റോഡ് ഷോ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. വൈകിട്ട് 5 മണിയോട് കൂടിയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾ അവസാനിക്കുക. എന്തായാലും UDFനെ സംബന്ധിച്ച്, കോൺഗ്രസിനെ സംബന്ധിച്ച് പ്രചാരണ രംഗത്ത് പുതിയ ഊർജ്ജം ലഭിക്കുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ സാന്നിധ്യം. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണമെല്ലാം UDFനും കോൺഗ്രസിനും അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാക്കുമെന്ന് കൂടി കോൺഗ്രസും UDFും പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിന് സമാനമായ ഒരു ട്രെൻഡ് ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെയും UDFിന്റെയും വിലയിരുത്തൽ. രാഹുൽ ഗാന്ധിയുടെ മണ്ഡല പര്യടനം തുടരുകയാണ്.